പ്രതിഷേധം ശക്തമാക്കിയ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ 10 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം 7 ദിവസമായും തുടരുകയാണ്. ഈ മാസം 19-ന് അവസാനിക്കുന്ന വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 12 ദിവസം പിന്നിട്ടു. നിരാഹാര സമരം 6 ദിവസവും കടന്നു. ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിയെ അടക്കം കാണാൻ പലപ്പോഴും നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ കൈമുട്ടലിഴഞ്ഞും പ്രതിഷേധിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ല. പ്രതിഷേധത്തിന് പിന്നാലെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് പരിഹാരം കണ്ടെത്തുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. അത് ഗവൺമെന്റിനെ അറിയിക്കണമെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കണമല്ലോ. ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കടുത്ത രീതിയിലുള്ള സമരങ്ങൾ, നിരാഹാരം, പിന്നെ ഇപ്പോൾ ഉപ്പിൽ മുട്ടുകുത്തി നിൽക്കലും, ഇന്നിപ്പോൾ മുട്ടിലിറങ്ങിയിട്ട് കണ്ടില്ലേ, അങ്ങനെ പിന്നെ 4 ദിവസം ഞാൻ നിരാഹാരം കിടന്നിരുന്നു. അപ്പോൾ അങ്ങനെ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്കുള്ള വേക്കൻസികൾ തരും. 11 മാസമായിട്ടും ആ ഒരു മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൈറ്റിൽ വേക്കൻസി ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് 11 മാസം സെക്രട്ടറിയിൽ കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് കടന്നത്. അത്രയും ബുദ്ധിമുട്ടാണ് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 300-ൽ താഴെ പേരെ മാത്രമാണ് നിയമിച്ചത്. കഴിഞ്ഞ ദിവസം ശയനപ്രദക്ഷിണം, കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയുള്ള സമരം നടത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.